പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ ഒരു താരമാണ് നമ്മുടെ കൊല്ലം സുധി എന്ന് പറയുന്നത്. കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം ഭാര്യ രേണു സുധി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയാണ്. റീലുകളൊക്കെ ചെയ്തിരുന്ന രേണു ഇപ്പോൾ മോഡലിംഗും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അഭിനയത്തിലേക്കും പുള്ളിക്കാരി ചുവട് വെച്ചിട്ടുണ്ട്. എന്നാൽ രേണു റീൽസും മോഡലിംഗും ഒക്കെ ചെയ്തു തുടങ്ങിയതിന് പിന്നാലെ തന്നെ രേണുവിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. സുധിയുടെ മരണശേഷം രേണു എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്നാണ് ചിലർ ചോദിക്കുന്നത് തന്നെ. അതായത് നമ്മുടെ രേണു ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോസിന് താഴെ രേണുവിനെ വിമർശിച്ചിട്ടുകൊണ്ടുള്ള കമന്റുകൾ തന്നെയാണ് എപ്പോഴും വരാറുള്ളത്. ഈ ഒരു സുധിയുടെ മകനായ കിച്ചുവിനെ രേണു മറന്നെന്നും അവനെ അകറ്റി എന്നൊക്കെ തന്നെയാണ് പലരും പറയുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപ് ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തിയുമായിട്ട് ചെയ്ത ഒരു റീലിന് പിന്നാലെ വലിയ തോതിലുള്ള ഒരു സൈബർ ആക്രമണമാണ് ഇപ്പോൾ രേണു നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് ജഗദീഷ് എന്ന നടന്റെ ആരാധികയായിരുന്നു എന്ന്. അങ്ങനെയാണ് ജഗദീഷിന്റെ ഫിഗർ അവതരിപ്പിക്കുന്ന സുധിയോട് രേണുവിന് ഇഷ്ടം തോന്നിയതെന്നൊക്കെ. അങ്ങനെ ഇരുവരും പരിചയപ്പെട്ട് പ്രണയത്തിലാവുകയായിരുന്നു. താലി കെട്ടിയതിനു ശേഷം ഇവര് ഏറെക്കാലം മാതാപിതാക്കളിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു ഈ വിവാഹത്തിന്റെ കുറിച്ചിട്ടോ. കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് വീട്ടിൽ വിവാഹം കഴിഞ്ഞ വിവരം രേണു അറിയിച്ചത് തന്നെ. ആദ്യം ഈ ഒരു ബന്ധത്തെ ആ ഒരു കുടുംബം എതിർത്തിരുന്നു. പിന്നീട് രേണുവിനോടൊപ്പം നിൽക്കുകയും ചെയ്തു. സുധിയുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം ഒരു മകൻ രേണുവിന് പിറന്നു. സുധിയുടെ ആദ്യ ബന്ധത്തിലെ മകനെയും സ്വന്തം കുഞ്ഞിനെ പോലെയാണ് രേണു സ്നേഹിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാലോ ഈ ഒരു സുധിയുടെ മരണശേഷം 2 ആൺമക്കളാണ് രേണുവിന്റെ ലോകം എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിരവധി ആരോപണങ്ങൾ തന്നെയാണ് ഈ ഒരു രേണുവിനെ കുറിച്ച് വരുന്നത്. ആദ്യ ഭാര്യ പോയ ശേഷം കൊല്ലം സുധി തന്നെ വിവാഹം കഴിച്ചിരുന്നു എന്ന് അവകാശപ്പെട്ട് ഒരു സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. 5 വർഷത്തോളം താൻ സുധിയുടെ ഭാര്യയായിരുന്നു എന്നാണ് ആ ഒരു സ്ത്രീ വെളിപ്പെടുത്തിയത്. രേണുവുമായിട്ടുള്ള ഈ ഒരു സുധിയുടെ ബന്ധം അറിഞ്ഞതോടെയാണ് താൻ വിവാഹമോചനം നേടുകയായിരുന്നു എന്നും ആ ഒരു സ്ത്രീ പ്രത്യേകം പറയുന്നുണ്ട്. അതിന്റെ വീഡിയോസ് നമ്മൾ കണ്ടതാണ്. ഏകദേശം 30-35 മിനിറ്റുള്ള ഒരു വീഡിയോയിലാണ്. അതിലാണ് ആ ഒരു സ്ത്രീ തന്നെ വെളിപ്പെടുത്തിയത്. അതായത് ആ സ്ത്രീയുടെ പേരോ അല്ലെങ്കിൽ മുഖമോ ഒന്നും കാണിക്കാതെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് കേട്ടോ. എന്നാൽ ഈ ഒരു സുധി 2 വിവാഹം കഴിച്ചതായി തനിക്ക് അറിയില്ല എന്നാണ് രേണു പറയുന്നത്. ഇതിനോടത് ചോദിച്ചപ്പോഴത്തേക്ക് രേണുവിന്റെ ഒരു മറുപടി അതായിരുന്നു. കൊല്ലം സുധി ലീഗലായി വിവാഹം ചെയ്തത് തന്നെ മാത്രമാണെന്നാണ് രേണു ആ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് അടക്കം കാണിച്ചു പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു വീഡിയോ വൈറലായതോടെ തന്നെ ചർച്ചയായത് ഈ ഒരു രേണുവിനെ കുറിച്ച് വന്ന ചില കമന്റുകൾ തന്നെയാണ്. സുധിയുടെ മാത്രമല്ല രേണുവിന്റെയും 2ാം വിവാഹമാണെന്ന തരത്തിലാണ് ഇത്തരം കമന്റുകൾ. അതായത് പാസ്റ്ററെ തേച്ചു, സുധിയുടെ 2ാം ഭാര്യയുടെ ജീവിതവും നശിപ്പിച്ച്, സുധിയെ അടിച്ചു മാറ്റി എന്നെല്ലാം, അതിനെ ദൈവം കെട്ടുനാലി വരെ പൊട്ടിച്ച് ശിക്ഷ കൊടുത്തു എന്നൊക്കെ തന്നെയാണ് കമന്റ് ബോക്സിൽ വരുന്നത്. ഇപ്പോൾ റീൽസ് വീഡിയോ ചെയ്ത് നടക്കുന്നു. മറ്റൊരു പെൺകുട്ടി നല്ലൊരു വിവാഹം കഴിഞ്ഞ് അടങ്ങി ഒതുങ്ങി ഒരു കുടുംബത്തെ നോക്കി പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് വിടുപ്പലക്കാൻ ഇഷ്ടമില്ലാതെ ജീവിക്കുകയാണ് എന്നൊക്കെയുള്ള കമന്റുകൾ തന്നെയാണ് ഇത്തരം വീഡിയോസിന് താഴെ വരുന്നത്. അതുമാത്രമല്ല രേണു ഇത്തരം വെറുപ്പുകൾ ഇരന്ന് വാങ്ങി അതുകൊണ്ട് അരിമേടിച്ച് ജീവിക്കുന്ന തരത്തിലും സോഷ്യൽ മീഡിയയിൽ പരക്കെയുള്ള ഒരു പ്രചരണം. അതായത് ഒരു കടയിൽ കയറി നിന്നാലും കിട്ടും ജീവിക്കാനുള്ള എന്നാണ് വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന കമന്റുകളിൽ ഏറെയും പറയുന്നത്. രേണുവിന്റെ ആദ്യ ഭർത്താവിനെയും അടുത്ത് പരിചയമുള്ള പോലെ തോന്നിപ്പിക്കുന്ന ചില കമന്റുകളും വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആദ്യ ഭർത്താവിന്റെ പേര് ബിനു എന്നാണ് ചിലർ കുറിച്ചത്. എന്നാൽ ഇതൊക്കെ വെറും കമന്റുകളിൽ മാത്രം വരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം സത്യമുണ്ട് അല്ലെങ്കിൽ വിശ്വസിക്കാൻ യോഗ്യതയാണ് എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഈ ഒരു കോട്ടയത്താണ് രേണുവിന്റെ സ്വദേശം. വിവാഹത്തിന് ശേഷമാണ് സുധി രേണുവിനോടൊപ്പം കൊല്ലം വിട്ട് കോട്ടയത്തേക്ക് ചേക്കേറിയത്. അതേസമയം കഴിഞ്ഞ ദിവസം ഈ ഒരു രേണുവിനും കൊല്ലം സുധിക്കുമെതിരെയും ഈ ഒരു കൊല്ലം സുധിയുടെ മുൻ ഭാര്യ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് വാർത്തയായിരുന്നു. കൊല്ലം സുധിയുടെ ആദ്യ വിവാഹ ബന്ധം തകർന്ന ശേഷം തന്നെയാണ് 2ാമത് വിവാഹം ചെയ്തതെന്നും ഈ ഒരു ബന്ധം പിരിഞ്ഞതാണെന്നൊക്കെയാണ് ഇവർ വാദിക്കുന്നത്. അതായത് ഇങ്ങനെ ഒന്ന് പ്രതികരിക്കാൻ അവൻ ഇറങ്ങിയെന്ന് വെച്ചാൽ ഈ ഒരു രേണു താൻ സുധിയെ വിവാഹം ചെയ്യാതെ കൊണ്ട് നടന്ന ആളാണെന്ന് രേണു ഒരാളോട് മോശം ഭാഷയിൽ പറഞ്ഞു എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു തുറന്നു പറച്ചിലുമായിട്ട് ഈ ഒരു സ്ത്രീ രംഗത്ത് വന്നു എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു സ്ത്രീയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. വെളിപ്പെടുത്താൻ തയ്യാറാകാതെയാണ് ഇവർ ഇത്തരം കാര്യങ്ങൾ റിയൽ ആൻഡ് റിയൽ മീഡിയ വർക്ക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് ഫോൺ കോളിലൂടെയുള്ള ഒരു വെളിപ്പെടുത്തൽ. 2013 ഈ ഒരു കല്യാണം നടന്നത്. കൊല്ലത്തെ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കല്യാണം നടന്നത്. ഞങ്ങൾ തമ്മിൽ പ്രേമമൊന്നുമില്ലായിരുന്നു. ബോറായി സംസാരിക്കുന്നവരും ഉണ്ടായിരുന്നു. ചേട്ടാ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറയുന്നു, നമുക്ക് കല്യാണം കഴിച്ചുകൂടെ എന്ന് ഞാൻ തന്നെയാണ് ചോദിച്ചത്. അന്ന് പുള്ളിക്ക് ഒരു മകനുണ്ട്. അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. റിസപ്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയും വീട്ടിൽ വന്നാണ് ഈ ഒരു കല്യാണം ആലോചിച്ചത്. ഇവൾ കൊച്ചാണ്, എന്തിനാണ് ജീവിതം തുലയ്ക്കുന്നതെന്ന് അന്ന് ഫാമിലിയിലുള്ളവർ തന്നെ എന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ആളുടെ ആദ്യ ഭാര്യയായ ശാലിനിയും ഞാനും നല്ല കമ്പനിയായിരുന്നു, വിളിക്കാറുമുണ്ടായിരുന്നു. സുധിച്ചേട്ടനും രേണുവും ചാനൽ വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളത്തരമാണ്.
സുധിച്ചേട്ടനുമായി ഞാൻ വഴക്കുണ്ടാക്കിയത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടല്ല. അന്ന് ഗൂഗിൾ പേ ഒന്നുമില്ല. ഈ ഒരു ശാലിനിക്ക് ഒരുപാട് പൈസ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കും. ഈ ബില്ല് ഞാൻ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തവണ വഴക്കുണ്ടായതും. ഡിവോഴ്സ് കഴിഞ്ഞിട്ടും കാശ് എന്തിനാണ് അവർക്ക് കൊടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു വഴക്കിട്ടിട്ടുണ്ട്. എന്റെ 2ാം വിവാഹം കഴിഞ്ഞ് ഗർഭിണിയായിരുന്ന സമയത്ത് ശാലിനി എന്നെ വിളിച്ചിരുന്നു. നീ എപ്പിസോഡുകളൊന്നും കാണുന്നില്ലേ, എന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ആ സമയത്ത് അവൾക്ക് 3.5-4 വയസ്സുള്ള മോനുണ്ട്. പറയുന്നവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, നീ മോനെ നോക്കി ജീവിക്കാനാണ് ഞാൻ പറഞ്ഞത്. എന്നെ കാണണമെന്നും പറഞ്ഞിരുന്നു. അടുത്ത മാസം പൊങ്കാല കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരും, അപ്പോൾ വന്ന് കാണാമെന്ന് പറഞ്ഞാണ് ഞാൻ ആ ഒരു ഫോൺ വെക്കുന്നത്. അടുത്ത മാസം എന്റെ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വിളിച്ചാണ് മരിച്ചത് എന്ന് ഞാൻ അറിയുന്നത്. ഞാൻ ഗ്രൂപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്തിരുന്നു. സുധിച്ചേട്ടൻ ചാനൽ വന്ന് പറഞ്ഞ 99% കാര്യങ്ങളും കള്ളമാണ്. ശാലിനി മകന് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നിട്ടില്ല. പുസ്തകങ്ങളും ഡ്രസ്സുകളും ഒക്കെ വാങ്ങി കൊടുക്കാറുമുണ്ട്. ചുമ്മാ കെട്ടുകഥകൾ പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. കുട്ടിയും കൊണ്ടാണ് അവൾ ആദ്യം പോയത്. കേസ് കൊടുത്ത് കുട്ടിയെ തിരിച്ചു മേടിച്ചതാണെന്നും ഈ സ്ത്രീ പറയുന്നു. അതുപോലെ തന്നെ തന്റെയും കൊല്ലം സുധിയുടെ വിവാഹബന്ധം ഈ ഒരു തകരാൻ കാരണം രേണുവാണെന്ന് ഇവർ ആരോപിക്കുന്നുണ്ട്. രേണുവിന്റെ മെസ്സേജുകൾ ഈ ഫോണിൽ കാണാനിടെ സുധിച്ചേട്ടൻ മദ്യത്തിന് അടിമയായിരുന്നു. താനുമായി സുധിച്ചേട്ടൻ കല്യാണം കഴിച്ചതാണെന്ന് അറിയാമായിരുന്നു. വൾഗറായിട്ടുള്ള മെസ്സേജുകൾ കണ്ടപ്പോഴാണ് ഞങ്ങൾ പിരിയുന്നത്. തന്റെ വീട്ടിൽ നിന്ന് കൊല്ലം സുധിയെ ഇറക്കി വിടുകയായിരുന്നു എന്നും ഇവർ പറയുന്നുണ്ട്. സുധിയുടെ ആദ്യ ഭാര്യ മരണപ്പെടുന്നതിന് മുൻപ് തന്നെ വിളിച്ച് സംസാരിച്ചിരുന്നെന്നും രേണുവും പറഞ്ഞിരുന്നു. സുധിച്ചേട്ടന്റെ ആദ്യ ഭാര്യ നേരിട്ട് കണ്ടിട്ടില്ല, എന്നാൽ മരിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ ഫേസ്ബുക്കിൽ ബന്ധപ്പെട്ടിരുന്നു. ഹായ് രേണു, എന്നോട് പിണക്കമുണ്ടോ എന്ന് ചോദിച്ചു. എന്തിന് പിണക്കം, തനിക്ക് ഒരു പിണക്കവും ഇല്ല എന്ന് താൻ മറുപടിയും കൊടുത്തു. എനിക്കൊന്ന് രേണുവിനെ കാണണമെന്ന് പറഞ്ഞു. അതിനെന്താടാ എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ കോൾ ചെയ്തു. രേണുവിനെ കണ്ടതിൽ ഒത്തിരി സന്തോഷമായി. ഞാൻ കരുതി രേണുവിനെ എന്നോട് പിണക്കമായിരിക്കുമെന്ന്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: കുഞ്ഞിന് സുഖമാണോ എന്ന് ചോദിച്ചു. കിച്ചുവിന്റെ കാര്യം ചോദിച്ചതേയില്ല. ചിലപ്പോൾ തനിക്ക് വല്ലതും തോന്നുമോ എന്ന് കരുതിയായിരിക്കും. സുധിച്ചേട്ടനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തോളാൻ നീ വെറുതെ തല്ലുകൊള്ളുമെന്ന് പറഞ്ഞു. ഞങ്ങളത് പണ്ടേ മറന്നതാണ്, ഇനി നീ ഇത് കുത്തിപ്പൊക്കണ്ട എന്ന് പറഞ്ഞു. അതോടെ ഇവരെ ബ്ലോക്ക് ചെയ്തു. ഞാൻ അവരോട് സംസാരിച്ചപ്പോഴൊക്കെ സന്തോഷത്തോടെ സംസാരിച്ചിട്ടുള്ളൂ. മകന്റെ ജന്മദിനമാണെന്ന് പറഞ്ഞ് അപ്പോൾ താൻ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. പിന്നീടാണ് അറിഞ്ഞത് കുറച്ചുനാൾ കഴിഞ്ഞ് അവർ മരിച്ചെന്ന് വിവരം അറിഞ്ഞ് താനും സുധിച്ചേട്ടനും പുറത്തു പോകാൻ നിൽക്കുമ്പോഴായിരുന്നു. വിവരം അറിഞ്ഞപ്പോൾ തന്നെ ആ ഒരു വിഷമം കാണിക്കാതിരിക്കാൻ സുധിച്ചേട്ടൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ കുട്ടിയുടെ അമ്മയിലെ ഏട്ടൻ കരഞ്ഞോളൂ, വിഷമമാകുന്നുണ്ടെങ്കിൽ എന്ന് താൻ പറഞ്ഞു. പുള്ളി കരയാതെ പകൽ മുഴുവൻ പിടിച്ചു നിന്നു. രാത്രിയായപ്പോൾ തന്റെ അടുത്ത് വന്ന് ഒരൊറ്റ കരച്ചിലായിരുന്നു. നമുക്ക് കാണാൻ പോകാമെന്ന് താൻ പറഞ്ഞു. വേണ്ട, പോകണ്ട എന്ന് സുധിച്ചേട്ടൻ തന്നെ പറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങൾ പോയില്ല. കിച്ചുവിനെ താൻ പ്രസവിച്ചിരുന്നെങ്കിൽ എന്ന് താൻ എപ്പോഴും സുധിച്ചേട്ടനോട് പറയുമായിരുന്നു. അപ്പോൾ സുധിച്ചേട്ടൻ പറയും, അവൻ നിന്റെ മകൻ തന്നെയാണ്, എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നതെന്ന്. തന്റെ വയറ്റിൽ ജനിച്ചിരുന്നുവെങ്കിൽ ഭയങ്കര ഭാഗ്യവതിയായനെ എന്ന് പറയുമായിരുന്നു. സുധിച്ചേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. മരിച്ചെന്ന് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. എവിടെയൊക്കെയോ ആളുണ്ട്, നമ്മളെ കാണുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നത്. കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് കിച്ചു ഞങ്ങളുടെ നടുവിലാണ് കിടന്നത്. വേറെ വല്ലവരും ആണെങ്കിൽ കുട്ടിയെ മറ്റൊരു മുറിയിൽ കിടത്താൻ പറയും. പക്ഷെ നീ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതാണ് നിന്നിൽ ഞാൻ കണ്ട നന്മ എന്ന് സുധിച്ചേട്ടൻ പറയുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരെയും സുധിച്ചേട്ടൻ പാട്ടുപാടി ഉറക്കും, കഥ പറഞ്ഞു തരുമെന്നും രേണു പറഞ്ഞിരുന്നു.